ഹായ് ഓൾ, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഇറിഗേഷൻ ആയിട്ട് സംബന്ധിച്ചുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനാണ്. നമ്മൾ ഒരു RTO ഒക്കെ ഫയൽ ചെയ്തിട്ട് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ PWD എക്സാം കഴിഞ്ഞു അല്ലേ. ഇനി എല്ലാ ആൾക്കാരും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന അടുത്തൊരു എക്സാമാണ് നമ്മുടെ ഒരു ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് അത് നമുക്ക് പൊതുവെ അറിയാനുള്ള താല്പര്യമുള്ള കാര്യം എന്ന് പറഞ്ഞാലല്ലേ എന്താണ് കോമ്പറ്റീഷൻ ലെവലിൽ വന്ന മാറ്റം എന്താണെന്ന് അറിയാനുള്ളൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2023 ഇതിന് മുന്നേ നമ്മുടെ ഇറിഗേഷനിൽ PWD ഇറിഗേഷൻ എക്സാംസ് ഒരുമിച്ചായിരുന്നു നടന്നത്. ഇത്തവണ എന്താണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് 2 എക്സാംസ് ആയിട്ട് നടക്കുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ 2023 നടന്ന ആ ഒരു എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ അറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന ആ ഒരു 2026 എക്സാമിൻ്റെ ആ ഒരു കേസിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ഒരു എക്സാം 2023 ജൂൺ 7 ആ ഒരു എക്സാം നടന്നത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 10 മാസ കാലയളവുണ്ട്. അതായത് മെയ് 6 2024 താഴെ കൊടുത്തിട്ടുണ്ട്. മെയ് 6 2024. സോ ഏകദേശം കൃത്യം ഒരു 10 മാസത്തിൻ്റെ ആ ഒരു കാലയളവിൻ്റെ ഇടയിൽ ആ എക്സാം കഴിഞ്ഞ് ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ 180 ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. 180 ആൾക്കാർ മെയിൻ ലിസ്റ്റിലുണ്ട്. ബാക്കി 208 ആൾക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് ഒന്ന് അറിഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ 51.6 ആണ്. അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു എക്സാം ഒന്നും ആയിരുന്നില്ല. അതായത് ഒരു ആവറേജ് ഒരു മോഡറേറ്റ് ലെവൽ എക്സാം മാത്രമായിരുന്നു നമ്മുടെ ആ ഒരു PWD ഇറിഗേഷൻ എക്സാം 2023 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ഈ 180 ആൾക്കാർ 180ാമത്തെ ആളുടെ ആ ഒരു മാർക്കാണ് ബേസിക്കലി അല്ലേ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 51.67 ആണ്. പൊതുവെ നമ്മുടെ എക്സാംസിൻ്റെ കേസിൽ ആ ഒരു 50-55 ഒക്കെ ഇടയിലാണ് പൊതുവെ മെജോറിറ്റി കേസിലും നമ്മുടെ ആ ഒരു കട്ട് ഓഫ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം ആ ഒരു കട്ട് ഓഫ് ഒക്കെ തന്നെ നമുക്ക് ഒരിക്കലും നമ്മൾ ഉറപ്പ് പറയാൻ പറ്റില്ല, എക്സാമുകൾ നടന്നിട്ടില്ല. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് മാർക്കിന് എയിം ചെയ്ത് പഠിക്കുക. നമുക്ക് പിന്നെ ഭാവിയിൽ വരുന്ന കാര്യമൊന്നും പറയാം. എക്സാം ടഫായി അതിനേക്കാളും താഴെപ്പം എക്സാം വളരെ ഈസിയായി ചിലപ്പോൾ അതിനേക്കാളും മേലോട്ടേക്ക് പോകും അല്ലേ. ഇനി ഈ കേസിൽ ഈ ഒരു 2023 ആ ഒരു എക്സാം നടന്ന അതുപോലെ അഡ്വൈസിൻ്റെ കേസ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഇപ്പം 140 അഡ്വൈസാണ്. അതിൽ NJD നോൺ ജോയിനിങ് ഡ്യൂട്ടീൻ്റെ ആ ഒരു കേസൊക്കെ അടക്കം 140 ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ PWD എക്സാം ഇറിഗേഷൻ ലിസ്റ്റ് അതുപോലെ നമ്മുടെ പോളി ലെക്ചർ എക്സാമും അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമും ഒക്കെ ഏകദേശം ഒരു മാസത്തിൻ്റെ ഇടയിൽ നടന്ന എക്സാംസാണ്. അപ്പോൾ ഏകദേശം മിക്ക ലിസ്റ്റുകളിലുമുള്ള ആൾക്കാർ മിക്ക ആൾക്കാരും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു NJDസിൻ്റെ എണ്ണം അങ്ങനെ കുറച്ച് അധികമായിട്ട് വരുന്നത്. നമുക്ക് ഉറപ്പായിട്ടും PWD അതുപോലെ AP പോളി ലെക്ചറിൻ്റെ ഒക്കെ കേസിൽ പോസ്റ്റിംഗ് വന്നാൽ പൊതുവെ ആൾക്കാർ ആ ഒരു കുറച്ചുകൂടി ഗ്ലാമർ പോസ്റ്റിനുള്ള രീതിയിൽ അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. കുറേ അധികം NJDs എനിക്ക് തോന്നുന്നൊരു 40-50 റേഞ്ചിൽ നോൺ ജോയിനിങ് ഡ്യൂട്ടി ഈ ഒരു അഡ്വൈസിൻ്റെ കേസിൽ വന്നിട്ടുണ്ട്. സോ 140 ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു 1.5 വർഷം 1.5 കുറച്ച് മേളിലായി അല്ലേ. അത്രയും നമ്പർ ഓഫ് ആ ഒരു കാലയളവിൽ നടന്നിട്ടുള്ള ആ ഒരു അഡ്വൈസുകൾ എന്ന് പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും മിക്കവാറും ആ അടുത്ത ഒരു 1.25 വർഷത്തോളം നമുക്കിനി ബാക്കിയുണ്ട്. അപ്പോഴേക്കും മിക്കവാറും ആ ലിസ്റ്റിലെ ബാക്കിയുള്ള ആൾക്കാർക്കും അഡ്വൈസ് മെയിൻ ലിസ്റ്റിലെ ആൾക്കാർക്ക് അഡ്വൈസ് കിട്ടുന്ന ഒരു കേസ് അല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലേ, എല്ലാവർക്കും കിട്ടട്ടെ. അതാണ്. അപ്പോൾ അതാണ് ആ ഒരു ടോട്ടൽ അഡ്വൈസിൻ്റെ കേസ് 140 ഉണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ ജനുവരി 9 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടത്. ഇനി നമ്മൾ ആ ഒരു നമ്പർ ഓഫ് ആപ്ലിക്കൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ 2023 ജൂൺ 7 നടന്ന എക്സാം കാറ്റഗറി നമ്പർ 662/2022 ആ ഒരു കാറ്റഗറി നമ്പറിൽ ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 29,538 ആയിരുന്നു. അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം അല്ലേ. അപ്ലൈ ചെയ്ത ആൾക്കാരാണ്. കൺഫർമേഷൻ കൊടുത്ത എക്സാം ചെയ്ത ആൾക്കാരുടെ എണ്ണത്തിൽ അതിലും കുറവുണ്ടാവും. കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എക്സാംസ് എഴുതിയ ആൾക്കാരുടെ എണ്ണത്തിൽ വീണ്ടും അതിനകത്തൊരു കുറവ് വരാം അല്ലേ. പൊതുവെ കാണുന്നതാണ് എക്സാം കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് യൂഷ്വലി ആപ്ലിക്കൻസിൻ്റെ അന്നൊരു 3,000-4,000 ആൾക്കാരൊക്കെ കൊടുക്കാതെ ഇരിക്കാറുണ്ട്. അതിൽ എക്സാം ഹോളിൽ നമ്മൾ പോയാൽ കാണുന്നതാണ് മിക്കവാറും ഒരു 5-8 ആൾക്കാരൊക്കെ പൊതുവെ ആബ്സെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. മെയിൻലി ഒരു 20,000 താഴെ ആൾക്കാർ മാത്രം ആക്ച്വൽ സിനാരിയോയിൽ ആ ഒരു എക്സാം 15,000-20,000 ആൾക്കാരെ മിക്കവാറും ആ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ 180 ആൾക്കാരുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത്. അതിൻ്റെ അകത്ത് 51.67 കട്ട് ഓഫ് വന്നത്. ഇനി ഈ ഒരു എക്സാം 2023 ജൂൺ 7 നടന്ന എക്സാമിന് ഈ ഒരു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട്. ഇനി ഇപ്പം നടന്നിട്ടില്ല അല്ലേ. ഇപ്പം നോട്ടിഫിക്കേഷൻ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാം PSC പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ ഒരു എക്സാമിൽ ഞങ്ങൾ RTI ഫയൽ ചെയ്ത ആ ഒരു കേസിൽ അവർ തന്നിട്ടുള്ള ആ ഒരു റിപ്ലൈൻ്റെ ബേസിൽ പറയുന്നത് അപ്ലൈ ചെയ്ത ആൾക്കാർ എത്രയാണ് 21,978 സോ കാറ്റഗറി നമ്പർ 537/2025 അല്ലേ.
ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 21,978. അതായത് 7,560 ആൾക്കാരുടെ ആ ഒരു നമ്പർ കുറവ് വന്നിട്ടില്ല. അത്രയും ആൾക്കാർ എന്താണ് ഈ ഒരു നമ്പറിൽ ആ ഒരു അപ്ലിക്കൻസിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നു. പിന്നെ ഇതിനകത്ത് ഇനി കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർ ഞാൻ ജസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ ഒരു 18,000 ആയിരിക്കാം. അതിൽ എഴുതുന്ന ആൾക്കാരാണ് ഒരു 12,000 ആ ഒരു റേഞ്ചോ ആയിരിക്കാം, റൈറ്റ്. അപ്പോൾ നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ അത്യാവശ്യം നല്ലൊരു ഗണ്യമായിട്ടൊരു കുറവ് അല്ല, അത്യാവശ്യം ഒരു 25% ആൾക്കാർ ഇല്ലാത്തൊരു കേസ്, 75% ഓഫ് ഇനീഷ്യൽ മാത്രമായിട്ടാണ് ഇപ്പോൾ ആ ഒരു നമ്പർ ഓഫ് അപ്ലിക്കൻസിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ നല്ലൊരു അവസരമാണ്. മിക്കവാറും എന്താണ് കഴിഞ്ഞതിനേക്കാളും അറ്റ്ലീസ്റ്റ് ആ ഒരു കഴിഞ്ഞ ആ ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് ഒക്കെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലൊക്കെ ആ ഒരു വേക്കൻസീസ് വരാൻ ചാൻസ് ഉള്ള ഒരു കേസാണ് ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് സിനാരിയോയിൽ. വേക്കൻസീസ് നമ്മുടെ എന്താണ് റിട്ടയർമെൻറ്റോ കേസ് ഒരുപാട് വരുന്നതുകൊണ്ട് വേക്കൻസീസ് ഒക്കെ അത്യാവശ്യം ഉണ്ടാവുമെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് കാര്യമായിട്ട് മെനക്കെട്ടാൽ സിമ്പിളായിട്ട് നമുക്ക് എന്താണ്, സിമ്പിളായിട്ടല്ല എന്തായാലും PSC സിമ്പിൾ എന്നൊരു കാര്യം, നമുക്ക് അത്യാവശ്യം മെനക്കെട്ടാൽ ഉറപ്പായിട്ടും കയറി പോകാൻ പറ്റുന്ന ഒരു കേസാണ് ഈ എന്താണ് ഈ ഇറിഗേഷൻ എക്സാം. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ ഇത്രയും നല്ലൊരു അവസരമാണല്ലേ, കുറച്ച് കോമ്പറ്റീഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്, വേക്കൻസീസിൻ്റെ എണ്ണമൊക്കെ സെയിം തന്നെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു അവസരമാണ്, കയറി പോകാൻ വേണ്ടി നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ വിനിയോഗിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ടാർഗറ്റ് AE സിവിൽ 2.0 ബാച്ച് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിൻ്റെ അകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു കംപ്ലീറ്റ് സബ്ജക്റ്റിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. ആ റെക്കോർഡഡ് വീഡിയോസ് വേണമെങ്കിൽ അതുപോലെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ലൈവ് ക്ലാസ് വേണമെന്നുള്ള ആൾക്കാർ ആ ലൈവ് ക്ലാസ്സും ഓട്ടോമാറ്റിക്കലി അതിനകത്ത് റണ്ണിങ് ആണ്. അപ്പോൾ ആ സമയത്ത് ലൈവായിട്ട് ക്ലാസ് വേണമെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പർ 9995 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഒന്ന് അന്വേഷിച്ചറിയാം. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, നമുക്ക് ആ ഒരു ബാച്ചിലൊക്കെ കാണാം അല്ലേ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു എക്സാം, ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ വിനിയോഗിക്കുക. ബൈ, താങ്ക് യു.